ഏത്തയ്ക്ക വെച്ച് കഴിഞ്ഞാൽ കല്ലിക്കത്തില്ലേ, കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ ബീൻസിൽ ഇട്ട് വെച്ച് വയ്ക്കുക, അങ്ങനെ ആവത്തില്ല. സൂപ്പർ തോരനാണ്. ചെറുതായിട്ട് അരിഞ്ഞ് ബീൻസും ഒരു ഏത്തയ്ക്ക തൊലി കളഞ്ഞ് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന്, തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, ഒരു സവാള അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, കരിയാപ്പില, ഉപ്പ്, ഇത് മൊത്തം കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് കൈവച്ച് ഞെരിടണം. മസാലയൊക്കെ അതേ പിടിക്കപ്പോൾ. എന്നിട്ട് ഒരു പാനിലേക്ക് ഇതിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വെക്കണം. വെള്ളം ഉണ്ടോ എന്ന് നോക്കണം, അടി പിടിക്കരുത്. കണ്ടോ, തോരൻ റെഡിയായി. ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ ഒരു പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്, അതിലേക്ക് കുറച്ച് കടുകിട്ട് തോരൻ്റെ പുറത്തേക്ക് താളിച്ചൊഴിക്കണം. വാഴയ്ക്ക ബീൻസ് തോരൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? അടിപൊളി തോരനാണ് കേട്ടോ. ബീൻസ് ഇട്ടത് കാരണം കണ്ടോ വാഴയ്ക്കയുടെ കളർ മാറിയിട്ടില്ല. രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് വേവിച്ചേക്കുന്നത്. സൂപ്പർ ടേസ്റ്റി തോരൻ. ട്രൈ ചെയ്ത് നോക്കൂ, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള തോരൻ.